മഹാത്മാഗാന്ധി സഞ്ചരിച്ച വാഹനമാണ് ഈ കാണുന്നത്. എന്താ അതിൻ്റെ പ്രൗഢി നോക്ക്. ഫിയറ്റിൻ്റെ അന്നത്തെ മോഡലാണ്. CV രാമനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. CV വെങ്കിട്ടരാമൻ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറായിരുന്നത്. ബോഡി കംപ്ലീറ്റ് വുഡാണ്. വുഡും ചൂരൽ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മോറീസ് വുഡി എന്ന് പറയുന്ന ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നത്. 1973 ടാറ്റ ട്രക്ക്, ടാറ്റയുടെ മോഡൽ, നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ വെഹിക്കിൾ. എന്താ നോക്കാം അവൻ്റെ ഒരു ലുക്ക് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ 1948 ഫോർഡിൻ്റെ ഒരു ട്രക്ക് നമുക്കിവിടെ കാണാം. നമസ്കാരം, എല്ലാവർക്കും ജിദ്ദൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ബാക്കിൽ വലിയൊരു ടയർ കണ്ടോ നിങ്ങൾ? അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ടയർ കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണെന്ന് അല്ലേ? അതല്ല, വണ്ടി ഭ്രാന്തന്മാർക്ക് ഒരു അടിപൊളി കാഴ്ചയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ മൈസൂറുള്ള പയാന കാർ മ്യൂസിയത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരുപാട് വിന്റേജ് വണ്ടികൾ, മഹാത്മാഗാന്ധിജി സഞ്ചരിച്ച കാറ്, രാജാക്കന്മാർ സഞ്ചരിച്ച കാറ്, പ്രമുഖ കമ്പനികളുടെ ആദ്യകാല കാറുകൾ, അങ്ങനെ ഒരു അടിപൊളി കാഴ്ചയാണ്. അതുപോലെ വിന്റേജ് ബൈക്കുകൾ. എന്തായാലും നമുക്ക് നേരെ പയാന മ്യൂസിയത്തിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. എപ്പോഴും പറയാറില്ല, പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്നതാണ് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാം ഗംഭീരമായിട്ടുള്ള ആ പയാന മ്യൂസിയം. ആദ്യം തന്നെ നമ്മളെ ആകർഷിക്കുന്ന ആ വലിയ വലുപ്പത്തിലുള്ള ആ ടയറാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ കാലഘട്ടത്തിലെ സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന റോഡ് റോളർ. അതിന്റെ നിർമ്മാണം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കിടിലൻ മ്യൂസിയം. സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതിന്റെ അടുത്തേക്ക് വരുന്നവർ എന്താ വലുപ്പം നോക്കല്ലേ. ലെൻസിൽ ഒതുങ്ങുന്നില്ല. അതിന്റെ ആ ടയറിന്റെ കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ, ആ ഗ്രിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലെൻസിൽ ഒതുങ്ങാത്ത സ്ഥിതിയായിട്ടുണ്ട്. കിടിലൻ എന്ന് പറഞ്ഞ പോലെ കിടിലൻ. ഇവിടുത്തെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 75 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 9 AM to 8 PM വരെയാണ്. എന്ത് നീറ്റായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറാണെന്നറിയോ, നല്ല അടിപൊളി. പയാന മ്യൂസിയത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെയുടെ വലിയൊരു പിക്ചർ നമുക്ക് ഈ മ്യൂസിയത്തിന്റെ എൻട്രൻസിൽ തന്നെ കാണാൻ കഴിയും. അവിടെ ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെല്ലുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ഒരു കൗതുകം തോന്നുന്നതാണ്. അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 ഏക്കർ വിസ്തൃതിയിൽ നിൽക്കുന്ന ഈ പയാന മ്യൂസിയത്തിന്റെ ഒരു ഡെമോ ഒരു വലിയൊരു ഫ്രെയിമിൽ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് ഗംഭീരമായ കാഴ്ച. നമുക്ക് ഏകദേശം ഒരു രൂപരേഖ ഇവിടുന്ന് മനസ്സിലാവും. നമുക്ക് ധാരാളം ചക്രങ്ങൾ കാണാം. ഇതുണ്ടോ, ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണല്ലോ മനുഷ്യൻ ഇത്രയും ഡെവലപ്മെന്റിലേക്ക് വന്നത്. ഇന്ന് ഒരു സെക്കൻഡ് പോലും ചക്രങ്ങൾ ചലിച്ചിട്ടില്ലെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ലോകം തന്നെ നിശ്ചലമാവും എന്നുള്ളതാണ്. അവിടുന്ന് ചക്രത്തിന്റെ പല രൂപമാറ്റങ്ങൾ കാണാം. അലോയ് വീൽ അടക്കം, സ്പോക്ക് വീൽ അടക്കം വന്നിട്ടുണ്ട്. ആ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്ന പല വാഹനങ്ങൾ, കുതിരവണ്ടികളും കാളവണ്ടികളും ഒക്കെയാണ് നമുക്ക് ആദ്യം ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കാർബറേറ്റർ കാണാം വണ്ടിയുടെ. അത് കഴിഞ്ഞാൽ ഡൈനാമോ, വണ്ടിയുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡൈനാമോ കാണാം. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ടെർബോ ചാർജിങ് പമ്പ് കാണാം നമുക്ക്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബോക്സ്. അത് കഴിഞ്ഞാൽ വണ്ടിയുടെ ചേസ് തന്നെ നമുക്കിവിടെ കാണാം. ഇംഗ്ലണ്ടുകാരനാണ് ഈ കിടക്കുന്നത് കേട്ടോ. ചേസ് തന്നെ നമുക്കിവിടെ കാണാം. 1925 ഫിയറ്റ് 501 എന്ന മോഡൽ വണ്ടിയാണ് ഈ കാണുന്നത്. 1931 ഫിയറ്റ് 521 എന്ന് പറയുന്ന ഈ വാഹനത്തിലാണ് നമ്മളുടെ ബാപ്പുജി മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സഞ്ചരിച്ച വാഹനം ഈ കാണുന്നത്. എന്താ നോക്കല്ലേ, നമ്മുടെ മഹാത്മാഗാന്ധി സഞ്ചരിച്ച വാഹനമാണ് ഈ കാണുന്നത്. എന്താ അതിൻ്റെ പ്രൗഢി നോക്ക്. 1936 മോഡലാണ് വിൻറ്റേജ് വണ്ടികൾ. ഇതെല്ലാം ധാരാളം വിൻറ്റേജ് വണ്ടികളാണ് നമുക്ക് കാണാൻ കഴിയാം. 1946 ഇറങ്ങിയ ഫോർഡിൻ്റെ ഒരു മോഡലാണ്. എന്താ നോക്കല്ലേ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1947 ഇറങ്ങിയ മോറീസിന്റെ വേറൊരു മോഡൽ. കിട്ടില്ല അല്ലേ. എന്താ നോക്കാം അവൻ്റെ ഒക്കെ ലുക്ക്. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നാൽ പ്രമുഖ കമ്പനികളുടെ ആദ്യകാല വാഹനങ്ങൾ, നല്ല അടിപൊളി വാഹനങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ എന്താ ലുക്ക് നോക്ക്. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിടിലാണ് കേട്ടോ. പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കിന്റെ രൂപം മുകളിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. 1947 കാറാണ് കേട്ടോ അത്. ടൈംലർ 36 എന്നുള്ള ഒരു മോഡലാണ് ഈ സാധനം കാണുന്നത്. ഇതിനകത്താണ് മൈസൂർ രാജാക്കന്മാർ സഞ്ചരിച്ചിരുന്നത്. മൈസൂർ രാജാവിന്റെ കാറായിരുന്നു. അതിന്റെ കുറെ പിക്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ മൈസൂർ രാജാവിന്റെ പിക്ചറുകൾ. അതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കി, എന്താ ഭംഗി നോക്കി, എന്താ വലുപ്പം. അതിന്റെ ബമ്പർ ഒന്നും പറയാനില്ല. ടയറൊക്കെ നല്ല സൈസ് വണ്ടി കേട്ടോ. മോട്ടോർ ബൈക്കിന്റെ പല മോഡൽ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ ഹൈവേകൾ അടക്കി വാണിരുന്ന വണ്ടികളുടെ മോഡലാണ്. ഇതുണ്ടോ, SD, ജാവ, രാജദൂത്, ബജാജ്, റോയൽ എൻഫീൽഡ് എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നെയിം ബോർഡ് വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, SD, ജാവ,
ബജാജ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ സിനിമകളിലും അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒക്കെ അടക്കി വാണിരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നമുക്ക് ആകെ അന്താളിച്ച് പോകും. നമ്മളിതുവരെ കാണാത്ത, നമ്മൾ അറിയാത്ത മോഡൽ വാഹനങ്ങൾ വരെയാണ് ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് നല്ല നീറ്റായിട്ട് തുടച്ച് ഫിനിഷ് ചെയ്ത് നല്ല പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്ത് ഇഡിലിനാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ വെസ്പ പോലുള്ള ഒരുപാട് വാഹനങ്ങൾ ഇതവിടെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മളിതൊക്കെ കാണുമ്പോൾ പഴയ ദൂരദർശനിലെ പഴയ പരസ്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. ഹമാരെ ബജാജ് 1947 സിട്രോൺ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതായത് ഫ്രാൻസിന്റെയാണ്. 1954 ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന മോഡലാണ്. അതായത് അംബാസഡറിന്റെ ഒക്കെ ആദ്യ രൂപം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ 1955 ഹിന്ദുസ്ഥാൻ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന വണ്ടി ഇറങ്ങി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അംബാസഡർ 1961 ഹിന്ദുസ്ഥാൻ അംബാസഡർ. അങ്ങനെ അംബാസഡറിന്റെ പല രൂപങ്ങളാണ്. അംബാസഡറിലേക്ക് വന്ന ആ വഴിയൊരുക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. 1969 റെനോൾട്ടിന്റെ മോഡലാണ്. ഇന്ന് നമ്മുടെ റെനോൾട്ടിന്റെ ഡസ്റ്റർ എന്നൊക്കെ പറയുന്നില്ലേ, അവരുടെയൊക്കെ ആദ്യ രൂപമാണ്. 1955 ചെവർലൈറ്റിന്റെ കാറാണ്. അതായത് നമ്മുടെ തവേരയൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ തവേരയുടെ ഒക്കെ മുത്തച്ഛനായിട്ട് വരും, മുതുമുത്തച്ഛൻ. ആ കമ്പനിയുടെ ആദ്യ മോഡൽ വണ്ടിയാണ്. 55 സ്റ്റാൻഡേർഡ് കാറാണ്. ഇതും അമേരിക്കന്റെ മുതലാണ്. അമേരിക്കന്റെ ആ ഒരു പ്രൗഡി, അതിന്റെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചെവർലൈറ്റിന്റെ ഇംപാല എന്ന് പറയുന്ന ഒരു ഗംഭീര കാർ, അവരുടെ സ്പോർട്സ് കാർ കണ്ടോ, കിട്ടിലൻ കാറാണ്. എന്താ അതിന്റെ ഷൈനിങ്, അതിന്റെ ആ ഒരു ഭംഗി നോക്ക്, അതിന്റെ ആ ഒരു പ്രൗഡി, അതിന്റെ നീളം, അതിന്റെ ഇന്റീരിയർ പറയാൻ വാക്കുകളില്ല സുഹൃത്തുക്കളെ. ശരിക്കും വണ്ടിപ്രാന്തന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ ഒരു ദിവസം ഇവിടെ ചെലവാക്കുന്നുള്ളതാണ്. എന്നാ ഭംഗി നോക്കി. അവനെ മാത്രം ഒരു പ്രത്യേക ഏരിയയില് കുറച്ച് ദൂരത്തെ ഇട്ടിരിക്കുന്നത്, ഒരു കാരണവശാലും തൊടാൻ പാടില്ല. ഒരു വണ്ടിയിലും തുടരുത് എന്നുള്ളതാണ്. ഒരു രാജകീയ പ്രൗഢി എന്ന് തന്നെ പറയാം. 1957 ഹിൽമാൻ ഹണ്ടർ, അതിന്റെ കളറുകളാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. 1965 ഓപ്പൽ റെക്കോർഡ് സെറീസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ജർമ്മൻകാരനാണ്. എന്താ നോക്കില്ലേ. CV രാമനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. CV വെങ്കിട്ടരാമൻ, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറായിരുന്നത്. സ്റ്റാൻഡേർഡ് ചാമ്പ്യൻ, അമേരിക്കക്കാരനാണ് അവൻ. 1937 സ്കോഡയുടെ ഒരു മോഡലാണ്, സ്കോഡ പോപ്പുലർ. ഇവന്റെ സ്വദേശം ചെക്കോസ്ലാവിയാണ്. ചെക്കോസ്ലാവിയയിലെ സ്കോഡ പോപ്പുലറിന്റെ ഒരു അടിപൊളി മോഡൽ. പക്ഷെ എന്താ നോക്കുക, അന്നത്തെ വാഹനം നോക്ക്, അതിന്റെ ഡിക്കി സ്പേസ് കണ്ടാലും കൊതി തീരില്ല കേട്ടോ. അത്രയും രസകരമായിട്ടുള്ള വാഹനങ്ങളാണ് ഇതിനുള്ളിൽ. ഇവിടെ ഒരു എയർക്രാഫ്റ്റിന്റെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട്. അടിപൊളി. സെക്കൻഡ് ഫ്ലോറിലേക്ക് ഇറങ്ങാണ്. ഇവിടെയും ഒരുപാട് വാഹനങ്ങൾ, കാറുകൾ, അതുപോലെ തന്നെ ട്രക്കുകൾ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട്. 1981 കറാസ് 260 മോഡല് സോവിയറ്റ് യൂണിയന്റെ ഒരു മിലിറ്ററി ട്രക്കാണ് ഈ കാണുന്നത്. പക്ഷെ എന്താ സാധനം നോക്ക് മക്കളെ, കിടിലൻ കണ്ടോ, അവന്റെ ഹൈറ്റ് നോക്ക്. എന്താ അല്ലേ, പറഞ്ഞാലും മതി വരാത്ത കിടിലൻ സാധനം. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും, അമ്പരന്ന് പോവും. അതിന്റെ ഒരു സൈസ് കണ്ടോ, നമ്മുടെ ലെൻസിൽ ഒതുങ്ങുന്നില്ല. ഞാൻ അത്രയും ബാക്കിലേക്ക് നിന്നിട്ടാണ് ഇത് ഇത്രയെങ്കിലും നമുക്ക് കിട്ടുന്നത്. എന്താ നോക്ക്, ആ ഒരു ഒറിജിനൽ മിലിറ്ററിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 45 ഒരു ചെവർലൈറ്റിന്റെ മിലിറ്ററി വാഹനമാണ്. ഇതിന്റെ മാനുഫാക്ചറിങ് ഇന്ത്യ ആണെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കണ്ടോ, എന്താ വാഹനം നോക്കൂ, കിടിലൻ വാഹനം, നല്ല ഗംഭീരമായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വാഹനം നിർമ്മിക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. അപ്പൊ നമ്മൾ ഒട്ടും മോശമൊന്നുമല്ല. 67 സ്റ്റേറ്റ് ഫഞ്ച് അഫ്ലിഞ്ചർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ആസ്ട്രേലിയക്കാരനാണ്. ഇതിന്റെ ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ ഇതാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇവിടുന്ന് പെട്ടെന്നുള്ളൊരു വായനയിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പൊ ചെറിയ മാറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഗാസ് 69 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് റഷ്യക്കാരനാണ്. 2001 മോഡൽ കാസ്പർ മാർക്ക് 2 എന്ന് പറയുന്ന ഒരു മിലിറ്ററി വാഹനമാണ്. ജർമ്മനിക്കാരനാണ്, പക്ഷേ ഇത് ഇന്ത്യൻ മിലിറ്ററിയുടെ വാഹനമാണ്. ജർമ്മനിയാണ് ഇതിന്റെ മാനുഫാക്ചറിങ്, പക്ഷേ ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. അതിന്റെ ഒരു പിന്നെ 4 വീൽ വാഹനമാണ്. അതിന്റെ സെൻട്രൽ ജോയിന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ നോക്കൂലേ. അതിന്റെ ആ ബോഡി കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ആ ഈ ഒരു പിന്നെ പ്രൗഡി, ഒരു മസ്കുലർ ഷേപ്പിൽ തന്നെയുള്ളൊരു ബൈക്കിള്. ഇവിടെ വരുമ്പോണ്ടല്ലോ പറയാൻ നമുക്ക് വാക്കുകളില്ല. നമുക്കിങ്ങനെ അമ്പരന്ന് പോവാണ് ഈ വാഹനങ്ങളൊക്കെ കാണുമ്പോഴേ. എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല. അത്രയും ഗംഭീരമായ പ്രൗഢഗംഭീരമായ വാഹനങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മുടെ AK-47 ഒക്കെ ഉണ്ട് മുകളിൽ, ഗൺമാന് നിൽക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉരുക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഉരുക്ക് ബോഡിയാണ്.
1958 മോഡൽ 475 വില്ലീസ് പിക്കപ്പാണ്. നമ്മുടെ സ്വന്തം ബാഡ്ജിങ് 1973 ടാറ്റ ട്രക്ക്, ടാറ്റയുടെ മോഡൽ, നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ വെഹിക്കിൾ. എന്താ നോക്കാം അവൻ്റെ ഒരു ലുക്ക് അല്ലേ. അതിന്റെ കൂടെ തന്നെ 1948 ഫോർഡിന്റെ ഒരു ട്രക്ക് നമുക്കിവിടെ കാണാം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ 1973 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഇത്രയും വലിയ വാഹനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരും ഞെട്ടും. 1983 ഡാറ്റ്സൺ ബ്ലൂ റെഡ് എന്ന് പറയുന്ന വാഹനമാണ്. ഇത് നമ്മുടെ വിഷ്ണുവർദ്ധൻ, കന്നഡ ആക്ടർ വിഷ്ണുവർദ്ധന്റെ വാഹനമായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തുകളിലൊക്കെ ടാക്സി വാഹനമായിരുന്നു. 1994 ഫിയറ്റിന്റെ മോഡലാണ്. അടുത്ത ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാ വണ്ടി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ എംബ്ലം നോക്കി മനസ്സിലാക്കാമല്ലോ അല്ലെ. 1980 കാലഘട്ടങ്ങളിലെ മെഴ്സിഡൻസ് ബെൻസിന്റെ വാഹനങ്ങളാണിത് ഈ കാണുന്നത്. ഏതൊക്കെ മോഡലാന്ന് നോക്ക്. നമ്മൾ ചില പഴയ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം വാഹനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 93 BMW മോഡൽ, മോറിസ് വുഡി എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതായത് ഇത് കംപ്ലീറ്റ് വുഡ് ഫിനിഷാണ്. കാരണം ചൂട് കുറയ്ക്കാനൊക്കെ ആയിട്ട് അതിന്റെ ഇന്റീരിയർ ഒക്കെ വുഡ് ഫിനിഷിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഇത് കണ്ടോ, ഇതിന്റെ ബോഡി കംപ്ലീറ്റ് വുഡാണ്. വുഡും ചൂരൽ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മോറിസ് വുഡി എന്ന് പറയുന്ന ഒരു പേരിൽ ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു റൊട്ടേഷനിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രൂപഭംഗി പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നുണ്ടോ, മരങ്ങളും ചൂരലുകളും ഒക്കെ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന മോറിസ് വുഡി. നമുക്കൊക്കെ വളരെ സുപരിചിതമായ വില്ലീസ് 1961 മോഡലാണ്, അമേരിക്കക്കാരനാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ കാണാം, ചില സിനിമകളിലൊക്കെ ഇപ്പോഴും ഇത് ധാരാളം കാണാൻ കഴിയും വില്ലീസ്. 1964 ഡോജി പവർ വാഗൺ, ഇത് USA മോഡലാണ്, USA-കാരനാണ്. അത് നല്ലൊരു ഒരു എന്താ പറയാ, നല്ല മസ്കുലർ ആയിട്ടുള്ള ഒരു ഷേപ്പ്, കണ്ടാൽ തന്നെ അറിയാം നല്ല കരുത്തനാണെന്നുള്ളത്. എന്തല്ലേ അന്നത്തെ ആ കാലഘട്ടത്തിലെ വാനിന്റെ ഒക്കെ ഒരു മോഡല്, പിക്കപ്പ് വാൻ കിട്ടലിനായിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇതേതാ മോഡലെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഈ എംബ്ലം കണ്ടാൽ മനസ്സിലാവൂലേ? ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഞാൻ പേര് പറയുന്നതിന് മുമ്പ് 2005 മോഡൽ 5 മോഡൽ ജാഗ്വർ. ഇതാ യുണൈറ്റഡ് കിങ്ഡം ജാഗ്വർ ആണ് ഈ കാണുന്നത്. ഇതാണ് ഇപ്പൊ അധികം പഴക്കമില്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ. മാസ ലുക്ക് 1500 മോഡൽ, ജപ്പാൻകാരനാണ്. 1967 മോഡലാണ്. 87 മോഡൽ സ്റ്റാൻഡേർഡ് 2000 ഇന്ത്യൻ മേഡാണ്. 1998 കോണ്ടസ നമ്മുടെ ഇന്ത്യൻ മേഡ്. 96 മോഡൽ നമ്മുടെ ടെമ്പോ മെറ്റഡോറിന്റെ വാഹനം. ഇത് നമ്മുടെ ഇന്ത്യയും അതുപോലെ ജർമ്മനിയും കൂടെ കൊളാബായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അവരാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ എക്സ്ട്രാ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ആംബുലൻസ് ആയിട്ടും അതുപോലെ കല്യാണ വാഹനങ്ങളായിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 85 ഇതാ നമ്മുടെ സ്വന്തം മാരുതി 800. ഇത് മാനുഫാക്ചറിങ് ഇന്ത്യയാണ്, ആദ്യത്തെ മാരുതി കണ്ടോ. 2008 റിവ ഇലക്ട്രിക് കാറാണ്. ഇതും ഇന്ത്യൻ മേഡാണ്. ഒരു എക്സ്കവേറ്റർ ഉണ്ടോ, പഴയ മോഡൽ ഒരു എക്സ്കവേറ്റർ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇവൻ ഗുജറാത്തുകാരനാണ്. ഗുജറാത്താണ് ഇതിന്റെ മാനുഫാക്ചറിങ് ഉണ്ടോ. നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിന്റെ വർഷം ഏതാന്ന് ഇവിടെ എഴുതിയിട്ടില്ല, അതാണ് നമുക്കുണ്ടായ ഒരു പ്രശ്നം. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. നമുക്ക് സുപരിചിതമായ മാരുതി 800, അതുപോലെ ഫിയറ്റിന്റെ ഒരു വാഹനം കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാരുതി സെൻ കാണാം നമുക്കിവിടെ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ വീണ്ടും 2002 മാരുതി 800. അടുത്ത സെക്ഷനിലേക്ക് വന്നാൽ നമ്മുടെ സ്വന്തം അംബാസഡർ കാറ് അതിങ്ങനെ പാർട്സ് ആക്കി വെച്ചിരിക്കുന്ന കാണാം. ഡോർ ആണെങ്കിലും അതിന്റെ എഞ്ചിൻ ആണെങ്കിലും ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ അടിയിലേക്ക് നോക്കി അതിന്റെ ഹൗസിങ്, മറ്റു ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാം. അതിന്റെ വീലിന്റെ റിമ്മ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ആ രീതിയിലാണ് ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല രസകരമായിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സുസുക്കിയുടെ AX100, ഹോണ്ട CDSS, അതുപോലെ തന്നെ മെഴ്സിഡൻസ് ബെൻസിന്റെ ഒരു ആദ്യകാല മോഡൽ. എന്താ അല്ലേ, കിട്ടില്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നടന്ന് നമ്മൾ മടുക്കും. അത്രയും ഏരിയ ഉണ്ട് കാണാൻ, അത്രയും കാഴ്ചകളുണ്ട് കാണാൻ. കണ്ടാലും മതി വരാത്ത ഒരുപാട് കാഴ്ചകൾ. ഈ വാഹനങ്ങളുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞാൽ ഇവിടെ മഞ്ജുഷ മ്യൂസിയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇവിടെ ഒന്ന് കയറി വെക്കാം. മ്യൂസിയത്തിന്റെ എൻട്രൻസിൽ തന്നെ ഒരു വീരഭദ്രന്റെ ഒരു ശില്പം കാണാം. ഉണ്ട്, ശിലയിൽ തീർത്തിരിക്കുന്ന ഒരു വീരഭദ്രന്റെ ഒരു ശില്പം. അതും തകർന്നൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. ഏതോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയോ കേടുപാടുകൾ സംഭവിച്ചാന്ന് തോന്നുന്നു. ഇതാണ് മഞ്ജുഷ മ്യൂസിയം.
ഇവിടെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അന്നത്തെ ഭരണ കാലഘട്ടത്തിലെ ഓരോ വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്. നമുക്കൊന്ന് ഓടിച്ച് കാണാനേ പറ്റുള്ളൂ, കാരണം സമയമില്ല, ക്യാമറയിൽ ചാർജ് തീർന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഗൃഹോപകരണ വസ്തുക്കളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കോളാമ്പി തൊട്ട് എല്ലാ വസ്തുക്കളും ഉണ്ട് ഇവിടെ. ഇടിയപ്പം ഉണ്ടാക്കുന്ന, നൂൽപുട്ടുണ്ടാക്കുന്ന ആ വസ്തുക്കൾ, പിന്നെ അതുപോലെ തന്നെ കയ്യിൽ കത്തി, അങ്ങനത്തെ ഐറ്റം സാധനങ്ങൾ, അതുപോലെ പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്ന മരവി, ഉപ്പുമരവി അല്ലെങ്കിൽ അരി ഊറ്റുന്ന വസ്തുക്കൾ, കടകോല്, ഇതൊക്കെ നമുക്കിവിടെ ധാരാളം കാണാം കേട്ടോ. കടകോല്, പിന്നെ അറക്കവാള്, ഈർച്ചവാൾ എന്നൊക്കെ പറയുന്നത് പഴയ കാലഘട്ടത്തിലെ കപ്പി, കിണറിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരുന്ന ഉപയോഗിക്കുന്ന കപ്പി, അതുപോലെ അന്ന് വെള്ളം ശേഖരിക്കാനും മറ്റു വസ്തുക്കൾ ശേഖരിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കാണാം. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അളവ് സാമഗ്രികളാണ്. ഒരുപാട് അളവ് സാമഗ്രികളുണ്ട്. ഇതിൻ്റെ നമ്മുടെ സ്വർണ്ണം അളക്കുന്ന ത്രാസ് തൊട്ട് സേറ്, അതുപോലെ തന്നെ നമ്മുടെ എണ്ണകളൊക്കെ അളക്കുന്ന ലിറ്റർ പോലത്തെ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് പഴയ കാലഘട്ടത്തിലെ അളവ് സാമഗ്രികളുണ്ട്. ക്യാമറ, നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ക്യാമറ, പഴയ ചിത്രങ്ങൾ, പെയിന്റിങ്ങുകൾ, അതുപോലെ ടൈപ്പ് റൈറ്റർ, പഴയ കാലത്തെ ടൈപ്പ് റൈറ്ററൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പേപ്പർ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന പേപ്പർ കട്ടിങ് മെഷീനൊക്കെ ഇവിടെ ധാരാളം കാണാം. ഇതുപോലെയാണ് പേപ്പർ കട്ടിങ് മെഷീനൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വെപ്പൺസ് ആണ്. പല രീതിയിലുള്ള തോക്കുകൾ, പീരങ്കികൾ ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ പവനായി പറയും പോലെ നാടൻ തോക്ക്, മലപ്പുറം കത്തി എന്ന് പറയുന്ന എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്. ഡബിൾ ബാരൽ ഗണ്ണ് മുതലായ വസ്തുക്കളൊക്കെ ഏത് കാലഘട്ടത്തിലൊക്കെ ആരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളല്ലേ ഉണ്ട്. അങ്ങനെ ഒരുപാട് വസ്തുക്കളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ഒരു ഗ്ലാസ് കൂടിനകത്ത് ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാളുകളുടെ പല രൂപങ്ങൾ, ഘടാരകൾ, അങ്ങനെ ഒരുപാട് ആയുധങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചിരിക്കുന്നത്. ധാരാളം ശില്പങ്ങൾ നമുക്കിവിടെ കാണാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ജിത്തൂസ് ജേർണിയിലെ ജിത്തു ഉപയോഗിക്കുന്ന മാരുതി സ്വിഫ്റ്റിന്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് പയാന മ്യൂസിയം? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നിങ്ങളുടെ കുട്ടികളെയൊക്കെ തീർച്ചയായും കൊണ്ടായി കാണിക്കേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു വണ്ടികൾ എന്നൊക്കെ അവർ കണ്ട് മനസ്സിലാക്കണം. ഒരു കാലത്ത് ഇങ്ങനെയായിരുന്നു വണ്ടികൾ ഉണ്ടായിരുന്നത്, വണ്ടിയുടെ ആദ്യ രൂപം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് എവിടെയെന്ന് വെച്ചാൽ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയുടെ അരികിലായിട്ടാണ്. ലൊക്കേഷൻ അറിയാം. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിറങ്ങി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നമ്മുടെ ക്യാമറയിൽ കാണുന്നതിന് ഒരു പരിമിതി ഉണ്ട്. നേരിട്ട് കാണുന്നതിന്റെ ഭംഗി എന്തായാലും ഒരു ക്യാമറയിൽ കിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.